നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ജാതി പറഞ്ഞെന്ന് ആക്ഷേപിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ മഹാസംഗമത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കും. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഈ വർഷം മുതൽ 2 ആഴ്ചകളിൽ 1 മണിക്കൂർ വീതം ലഹരിക്കെതിരായ അവബോധത്തിനും നിയമബോധം ഉറപ്പാക്കാനും. MG സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ചെടുത്ത QR അധിഷ്ഠിത മൂല്യനിർണ്ണയ സംവിധാനം വിജയകരം. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്റർ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി പിറ്റേ ദിവസം പരീക്ഷാഫലം. വർഗീയതയ്ക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കാൽനട പ്രചരണ ജാഥയ്ക്ക് പൊൻകുന്നത്ത് സ്വീകരണം. വാർത്തകൾ വിശദമായി. സാമൂഹിക നീതിക്കായി ശബ്ദമുയർത്തുമ്പോൾ ജാതി പറഞ്ഞെന്ന് ആക്ഷേപിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഈരാറ്റുപേട്ടയിൽ നടത്തിയ ഈഴവ മഹാസംഗമത്തിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക നീതിക്കായി ശബ്ദമുയർത്തുമ്പോൾ ജാതി പറഞ്ഞ് ആക്ഷേപിച്ച് വായടപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. SNDP യോഗം മീനച്ചിൽ യൂണിയൻ ഈരാറ്റുപേട്ടയിൽ നടത്തിയ ഈഴവ മഹാസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലപ്പുറത്ത് താൻ പറഞ്ഞ ചില കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിനെതിരാണെന്ന് വളച്ചൊടിക്കാൻ ചിലർ ശ്രമിച്ചതായി, താൻ ഒരിക്കലും മുസ്ലിം വിരോധിയോ വർഗീയവാദിയോ അല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ മേഖലയിലടക്കം നിലനിൽക്കുന്ന ചില അസമത്വങ്ങളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പരിഹരിക്കാത്ത മുസ്ലിം ലീഗിന്റെ നയങ്ങളെ തുറന്നു കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് നീതി നൽകും, സംവരണം ശക്തമാക്കും, വിദ്യാഭ്യാസ നീതി നമുക്ക് തരും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോയി അവസാനം ഭരണത്തിൽ വന്നു. ഭരണത്തിൽ നീതി അന്നു എന്നിട്ട് അവരൊന്നും തന്നില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം സമുദായത്തോടുള്ള വിദ്വേഷമായി വ്യാഖ്യാനം ചെയ്തു. ഒരു മുസ്ലിം സമുദായത്തെ ഞാൻ വിദ്വേഷമായിട്ട് പറഞ്ഞില്ല. പിറ്റേ സമയം ഡയറക്റ്റ് കൊടുത്തിട്ട് പോലും എൻ്റെ കോലം കത്തിക്കാനാണ് മുസ്ലിം ലീഗുകാർ തയ്യാറായത്. മറിച്ച് കത്തിക്കാനുള്ള കാര്യത്തിൽ നമ്മളാണ് മിടുക്കന്മാരെന്ന് മനസ്സിലായതുകൊണ്ട് പിന്നെ കത്തിക്കൽ അവർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. തുഷാർ വെള്ളാപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ചെയർമാൻ സുരേഷ് ഷെട്ടിക്കുന്നൻ അധ്യക്ഷത വഹിച്ചു. സെബാസ്റ്റ്യൻ കുളത്തെങ്കിൽ MLA, ഇൻകം ടാക്സ് അസിസ്റ്റന്റ് കമ്മീഷണർ ജ്യോതിസ് മോഹൻ, R ബാബുരാജ്, SNDP യോഗം കേന്ദ്ര വനിതാ സംഘ സെക്രട്ടറി സംഗീത വിശ്വനാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. യോഗ നേതൃത്വത്തിൽ 30 വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് മീനച്ചിൽ യൂണിയന്റെ സ്നേഹാദരങ്ങളും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കും. 2 ആഴ്ചത്തെ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസത്തിനായി 1 മണിക്കൂർ വീതം മാറ്റിവെച്ചിട്ടുണ്ട്. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ജൂൺ 2-ന് തുറക്കും. 2 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ ആദ്യ 2 ആഴ്ച ലഹരിക്കെതിരായ അവബോധം ഉണ്ടാക്കാനും നിയമബോധം ഉറപ്പാക്കാനും പ്രത്യേക പീരീഡ് ഉണ്ടായിരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2 ആഴ്ചത്തെ സ്കൂൾ ടൈം ടേബിളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസുകൾക്കാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ. നിയമബോധം, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, പൊതുബോധം, ലഹരിക്കെതിരെയുള്ള അവബോധം, സൈബർ അവബോധം, പൊതുനിരത്തിലെ നിയമങ്ങൾ തുടങ്ങിയവയാണ് ഈ മാർഗനിർദ്ദേശത്തിൽ ഉൾപ്പെടുത്തുന്നത്. ജൂൺ 3 മുതൽ 13 വരെ സർക്കുലർ അനുസരിച്ചുള്ള ക്ലാസുകൾ നടത്തണം. ദിവസവും 1 മണിക്കൂർ ഇതിനായി മാറ്റിവെക്കണമെന്നും അധികൃതർ അറിയിച്ചു. കുട്ടികൾക്ക് ക്ലാസ്സിലും ക്യാമ്പസിലും സങ്കോചമില്ലാതെ പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ആത്മവിശ്വാസമാണ് പ്രാരംഭ ദിനങ്ങളിൽ ഉണ്ടാകേണ്ടത്. ജൂൺ 3-ന് പൊതുകാര്യങ്ങൾ, മയക്കുമരുന്ന്, ലഹരി ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ നടത്തണം. 4-ാം തീയതി റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സ്കൂൾ വാഹന സഞ്ചാരം അറിയേണ്ട കാര്യങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ, റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെപ്പറ്റി ക്ലാസ് എടുക്കണം. 5-ാം തീയതി വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, ഹരിത ക്യാമ്പസ്, സ്കൂൾ സൗന്ദര്യവൽക്കരണം എന്നിവയെപ്പറ്റിയും 9-ന് ആരോഗ്യം, വ്യായാമം, കായികക്ഷമത, ആരോഗ്യം എന്നിവയെപ്പറ്റിയും 10-ന് ഡിജിറ്റൽ അച്ചടക്കത്തെക്കുറിച്ചും ക്ലാസ് നൽകണം. 11-ാം തീയതി പൊതുമുതൽ സംരക്ഷണത്തിലും 12-ന് പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം, റാഗിംഗ്, വൈകാരിക നിയന്ത്രണമില്ലായ്മ എന്നിവയെപ്പറ്റിയും ബോധവൽക്കരണ ക്ലാസ് നൽകണമെന്നും വിദ്യാഭ്യാസ വകുപ്പിന്റെ സർക്കുലറിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. MG സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ചെടുത്ത QR അധിഷ്ഠിത മൂല്യനിർണ്ണയ സംവിധാനം വിജയകരമായി നടപ്പിലാക്കി. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്റർ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഈ രീതിയിൽ പൂർത്തിയാക്കി പിറ്റേ ദിവസം ഫലപ്രഖ്യാപനം നടത്തി. അതിവേഗം ഫലപ്രഖ്യാപനം നടത്തുന്നതിനൊപ്പം നടപടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും കഴിയും.
മഹാത്മാഗാന്ധി സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച QR അധിഷ്ഠിത മൂല്യനിർണ്ണയ സംവിധാനം വിജയകരമായി നടപ്പാക്കി. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്റർ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം ഈ രീതിയിൽ പൂർത്തിയായതിന്റെ പിറ്റേ ദിവസമായ ഇന്ന് ഫലപ്രഖ്യാപനം നടത്തി. സർവകലാശാലയുടെ എല്ലാ പരീക്ഷകളുടെയും മൂല്യനിർണ്ണയം പൂർണ്ണമായും പുതിയ സംവിധാനത്തിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇത് പൂർത്തിയാകുന്നതോടെ അതിവേഗത്തിൽ ഫലപ്രഖ്യാപനം നടത്താൻ കഴിയും. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്റർ തിയറി പരീക്ഷകൾ മെയ് 14-നും പ്രാക്ടിക്കൽ പരീക്ഷകൾ മെയ് 16-നുമാണ് അവസാനിച്ചത്. 1.5 ലക്ഷത്തോളം ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം 9 മേഖലാ മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി വ്യാഴാഴ്ച പൂർത്തിയാക്കി. ഔട്ട്കം ബേസ്ഡ് രീതിയിലുള്ള ഫലപ്രഖ്യാപനമാണ് നടത്തിയത്. ഓരോ വിദ്യാർത്ഥിക്കും പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിനൊപ്പം ഓരോ വിഷയത്തിനും വ്യക്തിഗത തലത്തിലും സ്ഥാപന തലത്തിലും സർവകലാശാല തലത്തിലുമുള്ള മികവുകളെ തരംതിരിച്ച് അടയാളപ്പെടുത്തുന്ന സ്കോർ ഷീറ്റാണ് ലഭിക്കുക. ഈ രീതിയിൽ സംസ്ഥാനത്ത് ആദ്യമായി ഫലപ്രഖ്യാപനം നടത്തുന്നതും MG സർവകലാശാലയാണ്. 1ാം സെമസ്റ്ററിൽ മാർക്ക് അടിസ്ഥാനമാക്കിയുള്ള ഫലപ്രഖ്യാപനവും ഔട്ട്കം ബേസ്ഡ് ഫലപ്രഖ്യാപനവും 2 ഘട്ടങ്ങളായാണ് സർവകലാശാല നടത്തിയത്. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാന്റെ സാമ്പത്തിക പിന്തുണയോടെ സർവകലാശാലയിലെ സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ സയൻസസിലെ പ്രൊജക്ട് ടീമാണ് മൂല്യനിർണ്ണയത്തിന് പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് എന്ന് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ CT അരവിന്ദ് കുമാർ പറഞ്ഞു. ഒരു കാര്യം, നമ്മുടെ യൂണിവേഴ്സിറ്റി പരീക്ഷ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഡിജിറ്റൽ ആവാൻ പോവുകയാണ്. അതിന്റെ നമ്മളൊരു ഇൻഹൗസ് ആയിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ ക്യാമ്പസിലെ പ്രൊഫസേഴ്സും സ്റ്റുഡൻസും ചേർന്ന് ഉണ്ടാക്കിയ ഒരു സോഫ്റ്റ്വെയർ ആണ്. അതില് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. കംപ്ലീറ്റ് നമ്മുടെ എക്സാമിനേഷൻ സിസ്റ്റം മുഴുവൻ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതിന്റെ ആദ്യപടിയാണ് ഇന്ന് നമ്മൾ FIUGPയുടെ 2ാമത്തെ സെമസ്റ്ററിന്റെ റിസൾട്ട് ഔട്ട് ആവുന്നത്. ഇന്ന് ഒരു 3 മണിക്ക് ഔട്ടാണ്. അത് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. MGU UGP എന്നറിയപ്പെടുന്ന 4 പ്രോഗ്രാമുകൾക്കൊപ്പം MGU BCA വർഷബിരുദ MGU BBA പ്രോഗ്രാമുകളുടെ ഫലവും പുതിയ QR അധിഷ്ഠിത സംവിധാനത്തിലാണ് തയ്യാറാക്കിയത്. 1ാം സെമസ്റ്റർ പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയത്തിനും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. മൂല്യനിർണ്ണയം നടത്തുന്ന അധ്യാപകർ സർവകലാശാലയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിദ്യാർത്ഥികളുടെ പരീക്ഷാ സംബന്ധമായ വിവരങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത QR കോഡ് സ്കാൻ ചെയ്ത് മാർക്കുകൾ നേരിട്ട് രേഖപ്പെടുത്തുകയും ആവശ്യമായ പുനർമൂല്യനിർണ്ണയം പൂർത്തിയാക്കുകയും ചെയ്യും. തുടർന്ന് മൂല്യനിർണ്ണയ വിവരങ്ങൾ സർവകലാശാലയുടെ പോർട്ടിലേക്ക് സമർപ്പിക്കും. അധ്യാപകരുടെ വിവരശേഖരണത്തിനായി സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച യൂണിവേഴ്സിറ്റി മാനേജ് സിസ്റ്റം എന്ന പോർട്ടിന്റെ സഹായത്തോടെയാണ് മൂല്യനിർണ്ണയത്തിന് അധ്യാപകരെ നിയോഗിച്ചത്. സർവകലാശാലയുടെ എല്ലാ പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിനും പുതിയ ക്രമീകരണം പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഭാഗമായി CBCS അവസാന ബാച്ച് വിദ്യാർത്ഥികളുടെ 5 സെമസ്റ്റർ പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളും ഈ രീതിയിലാണ് പരിശോധിക്കുന്നത്. തുടർന്നുള്ള ഘട്ടങ്ങളിൽ PG പരീക്ഷകളുടെ മൂല്യനിർണ്ണയവും ഇങ്ങനെ നടത്തും. അതിവേഗം ഫലം പ്രഖ്യാപിക്കാൻ കഴിയുന്നതിനു പുറമെ നടപടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ചിലവ് കുറയ്ക്കുന്നതിനും പുതിയ സംവിധാനം ഉപകരിക്കുമെന്നും VC പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വർഗീയതയ്ക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വാഴൂർ ഏരിയ കമ്മിറ്റി കാൽനട പ്രചരണ ജാഥ നടത്തി. ജാഥയ്ക്ക് പൊൻകുന്നത്ത് സ്വീകരണം നൽകി. വർഗീയതയ്ക്കും സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വാഴൂർ ഏരിയ കമ്മിറ്റി പൊൻകുന്നത്ത് കാൽനട പ്രചരണ ജാഥ നടത്തി. 20ാം മൈലിൽ നിന്നാണ് കാൽനട ജാഥ ആരംഭിച്ചത്. പൊൻകുന്നം ടൗണിൽ മഹിളാ അസോസിയേഷൻ വാഴൂർ ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ രാജ്യമായ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് അഡ്വക്കേറ്റ് ജയ ശ്രീധർ പറഞ്ഞു. മണിപ്പൂർ കലാപത്തിന് പിന്നിൽ വർഗീയ അജണ്ടയാണെന്നും അഡ്വക്കേറ്റ് ജയ ശ്രീധർ കൂട്ടിച്ചേർത്തു. പട്ടികവർഗ സംവരണം അനുവദിക്കാം എന്നുള്ളത് കോടതി പറഞ്ഞതിന്റെ പ്രകാരം അവിടെ അവർ തമ്മിൽ സ്പർശമുണ്ടായി. ഹിന്ദുത്വവാദികൾ അവരുടെയിലേക്ക് ഇറങ്ങി അവരെ ഒരു വർഗീയ യുദ്ധമായി കലാപമാക്കി മാറ്റി ധാരാളം ആളുകൾ അവിടെ കൊണ്ടുവരികയാണ്. അതിൽ കൂടുതലും പീഡനം അനുഭവിച്ചത് സ്ത്രീകളാണ്. സ്ത്രീകളെ നഗ്നരാക്കി റോഡിൽ കൂടി നടത്തും. അതിനുശേഷം അവരുടെ അവയവങ്ങളൊക്കെ മുറിച്ചു കളഞ്ഞ് റോഡിൽ നിരത്തുക, രഹസ്യമായി ബലാത്സംഗം ചെയ്യുക, സ്വന്തം കുടുംബാംഗങ്ങളുടെ മുന്നിൽ വെച്ച് സ്ത്രീകളെ മോശമായി പെരുമാറിയ ബലാത്സംഗം ചെയ്തവരെ കൊല്ലുകയും ചെയ്യുക. 100 കണക്കിന് സ്ത്രീകളാണ് മണിപ്പൂരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ട് കേന്ദ്ര നേതൃത്വം യാതൊന്നും തന്നെ ചെയ്യുന്നില്ല. ഇതിന് പിന്നിലൊക്കെ ഒരു വർഗീയ അജണ്ടയാണ്.
മിനി സേതുനാഥ് അധ്യക്ഷയായി. നേതാക്കളായ അമ്മിണിയമ്മ പുഴയനാൾ, ഷാക്കി സജീവ്, അമ്പിളി ശിവദാസ്, ശ്രീലത സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മഹിളാ അസോസിയേഷൻ വാഴൂർ ഏരിയ സെക്രട്ടറി സിന്ധു രാജീവാണ് ജാഥ ക്യാപ്റ്റൻ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. +2 പരീക്ഷാ ഫലം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ കാറിടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. തോട്ടയ്ക്കാട്ട് ഇരുവച്ചിറയിൽ അബിത പാർവതിയാണ് മരിച്ചത്. അമ്മയ്ക്കൊപ്പം സീബ്ര ലൈൻ മുറിച്ചു കടക്കവേ അമിത വേഗതയിലെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. +2 പരീക്ഷാഫലം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ കാറിടിച്ച് കോട്ടയത്തെ വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. തോട്ടയ്ക്കാട്ട് ഇരുവച്ചിറ വടക്കേൽ മുണ്ടക്കൽ അബിത പാർവതിയാണ് മരിച്ചത്. +2 പരീക്ഷ വിജയിച്ചതിൽ അമ്മ വാങ്ങി നൽകിയ സമ്മാനവുമായി അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കവേ കാറിടിക്കുകയായിരുന്നു. ചന്തക്കവലയിൽ റോഡിന് കുറുകെ കടക്കവേ ജില്ലാ ആശുപത്രി ഭാഗത്തുനിന്നും എത്തിയ കാർ നിയന്ത്രണം തെറ്റി അബിതയെയും അമ്മ നിഷിയെയും ഇടിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അബിത മരണപ്പെട്ടു. അബിതയുടെ മരണം അമിത വേഗത മൂലം നിയന്ത്രണം വിട്ടുവന്ന കാറിടിച്ചാണ് ഉണ്ടായത്. റോഡിലൂടെ പോകുന്ന കാൽനടയാത്രക്കാരുടെ ജീവന് അല്പം പോലും വില കൽപ്പിക്കാറില്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ. സീബ്ര ലൈനിന് സമീപം എത്തുമ്പോൾ പോലും സ്പീഡ് കുറച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കുറവാണ്. നഗരങ്ങളിൽ ജീവൻ കയ്യിൽ പിടിച്ചാണ് കാൽനടയാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നത് തന്നെ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സർവീസിൽ നിന്നും വിരമിക്കുന്ന കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി അനിൽകുമാർ എമ്മിന് സ്നേഹാദരവ് നൽകി. പൊൻകുന്നം വ്യാപാര ഭവനിൽ നടന്ന യോഗം ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. പള്ളിക്കത്തോട് SHO തോംസൺ KP അധ്യക്ഷനായി. പാലാ ഡിവൈഎസ്പി കെ സദൻ, മണർകാട് SHO അനിൽ ജോർജ്, മണിമല SHO ജയപ്രകാശ് VK, പൊൻകുന്നം SHO ദിലീഷ് T, SI സുഭാഷ് D തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പോലീസ് മേധാവി ഉപഹാരവും സമർപ്പിച്ചു. നമ്മൾ പോലീസിലാകുമ്പോൾ ഒരുപാട് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഇടപെടേണ്ട ആവശ്യകതയുണ്ട്. വിവിധ നമ്മുടെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥർ, മറ്റ് വകുപ്പുകൾ, പൊതുജനങ്ങൾ, രാഷ്ട്രീയക്കാർ, വിവിധ സംഘടനകൾ, നമ്മൾ കോടതി, സീനിയർ ഉദ്യോഗസ്ഥർ ഇടപെടാത്ത മേഖലകളില്ല. അപ്പോൾ അവിടെയെല്ലാം കൃത്യമായിട്ടൊരു പെർഫെക്ഷനോട് കൂടിയിട്ട് നമുക്ക് ജോലി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഒരു നയതന്ത്രത്തിലൂടെയാണ് നമ്മൾ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആ ഒരു നയതന്ത്രം കൃത്യമായിട്ട് പാലിക്കുന്ന ഒരാളാണ് അനിൽകുമാർ. ഹയർ സെക്കൻഡറിയിൽ 100% വിജയവുമായി പാലാ സെന്റ് തോമസ് സ്കൂളിലെ ആദ്യ പെൺപട. സയൻസിൽ 100% വിജയം ഇവർ കൈവരിച്ചു. പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നൽകിയ ആദ്യ ബാച്ചിലെ കുട്ടികൾ 100% വിജയം നേടി ചരിത്ര വിജയം കുറിച്ചു. 2023 പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ആദ്യമായി ചരിത്ര പ്രവേശനത്തിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം നേടുന്നത്. അവരെല്ലാവരും വിജയിച്ചതിനൊപ്പം കൂട്ടുകാരായ ആൺകുട്ടികളെ കൂടി വിജയിപ്പിച്ച് സ്കൂളിന് തിളക്കമാർന്ന വിജയമാണ് അവർ സമ്മാനിച്ചത്. സയൻസിൽ 100% വിജയം നേടിയ സെന്റ് തോമസിൽ ഹ്യൂമാനിറ്റീസിൽ ഒരു കുട്ടി മാത്രമാണ് പരാജയപ്പെട്ടത്. 16 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടി. ഉജ്ജ്വല വിജയം നേടിയവരെ വിദ്യാർത്ഥികളെയും അവരെ പരിശീലിപ്പിച്ച അധ്യാപകരെയും കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ജോർജ് പുലികലയിൽ, സ്കൂൾ മാനേജർ ഫാദർ ജോസ് കാക്കലിൽ, PTA പ്രസിഡന്റ് VM തോമസ് എന്നിവർ അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. ഏറ്റുമാനൂരിൽ അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിലെന്ന് ആക്ഷൻ കൗൺസിൽ. മരണത്തിന് മുൻപ് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും അന്വേഷണം ശക്തമാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏറ്റുമാനൂരിൽ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസും 2 കുട്ടികളും ആറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളും മരണത്തിന് മുമ്പ് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്ന അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയായ മുത്തോലി പഞ്ചായത്ത് അംഗം NK ശശികുമാർ പറഞ്ഞു. നിലവിലെ പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ 2 പേര് കസ്റ്റഡിയിലുണ്ട്. അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ അതിനുമേലുള്ള അന്വേഷണം, ഫോണിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ, അല്ലെങ്കിൽ UK മകളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ജിസ്മോളുടെ ഭർത്തൃമാതാവിനെ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെയൊക്കെ വ്യക്തത വരുത്താനുണ്ട്. അങ്ങനെ വേലക്കാരി ഉൾപ്പെടെ അവരുടെ ബന്ധുവായിട്ടുള്ള ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മാവനായിട്ടുള്ള ബിനോയ് ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്. അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ പോലീസിന് വ്യക്തത നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണത്തിന്മേൽ സമ്മർദ്ദം ഇപ്പോൾ പോലീസ് അനുഭവിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ട് മറ്റൊരു ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ, ശരിയായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിൽ എന്താണ് അവിടെ നടന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കാൻ സാധിക്കും. അഡ്വക്കേറ്റ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെ പിതാവ് സംഭവ ദിവസം UK മകൾക്കയച്ച മെസ്സേജിലും ദുരൂഹതയുണ്ട്. ഇപ്പോൾ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലാണ് ജിസ്മോളുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും പലരെയും ചോദ്യം ചെയ്യാനുണ്ടായിട്ടും പോലീസ് നടപടികൾക്ക് വേഗത കുറയുന്നതെന്താണെന്ന് ആക്ഷൻ കൗൺസിൽ വിലയിരുത്തുന്നു. അന്വേഷണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 15 പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി അഡ്വക്കേറ്റ് ജിസ്മോളും 2 പെൺകുഞ്ഞുങ്ങളും മരിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലാ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജാതി പറഞ്ഞെന്ന് ആക്ഷേപിച്ച് വായ അടപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ഈഴവ മഹാസംഗമത്തിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. സംസ്ഥാനത്ത് സ്കൂളുകൾ ജൂൺ 2 തുറക്കും. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ഈ വർഷം മുതൽ 2 ആഴ്ചകളിൽ 1 മണിക്കൂർ വീതം ലഹരിക്കെതിരായ അവബോധത്തിനും നിയമബോധം ഉറപ്പാക്കാനും. MG സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ചെടുത്ത QR അധിഷ്ഠിത മൂല്യനിർണ്ണയ സംവിധാനം വിജയകരം. 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ 2ാം സെമസ്റ്റർ പരീക്ഷകളുടെ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി പിറ്റേ ദിവസം പരീക്ഷാഫലം. വർഗീയതയ്ക്കെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കാൽനട പ്രചരണ ജാഥയ്ക്ക് പൊൻകുന്നത്ത് സ്വീകരണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.